ഡിസിഷൻ മേക്കിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ഇതൊരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സിലൂടെ ഒരു ആൻസറിലേക്ക് എത്തുന്നതിനെയാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രോസസ്സിൽ നമ്മൾ കുറച്ച് സ്റ്റെപ്സ് പഠിച്ചു. ആ സ്റ്റെപ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സ്റ്റെപ്പ് നമ്പർ 1 എന്നാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. നമ്മളുടെ മുമ്പിൽ ഒരു പ്രശ്നം വന്നു. ആ പ്രശ്നത്തെ കുറിച്ച് ഐഡന്റിഫൈ ചെയ്യാൻ, എന്തുകൊണ്ട് ഞാൻ ഈ പ്രശ്നം സോൾവ് ചെയ്യണം എന്ന കൺക്ലൂഷനിലേക്ക് എത്തണം. സോ ഇതിനെ അനലൈസ് ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യാം, സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോവാം. അവിടെ സെക്കൻഡ് സ്റ്റെപ്പിൽ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതൊരു ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ഏരിയ ആണ്. അതായത് നമ്മളുടെ പ്രോബ്ലത്തെ കുറിച്ചുള്ള മാക്സിമം ഇൻഫർമേഷൻ മറ്റുള്ള ആളുകളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഗ്രാബ് ചെയ്യാൻ പറ്റണം. അവരുടെ നമ്മൾ റീസൺസ് മാത്രമല്ല ചോദിക്കുന്നത്, അവരുടെ ഐഡിയാസ്, ഈ പ്രോബ്ലം ഉണ്ടാകുന്ന കാരണങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യണം. അവരുടെ ഐഡിയാസ് ചോദിക്കണം. അവർക്ക് പുതിയ എന്തെങ്കിലും ഇത് സോൾവ് ചെയ്യാൻ പുതിയ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ എന്ന് ചോദിക്കണം. അവരുടെ അടുത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാൻ പറ്റണം. ഈ ചോദിച്ച് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് റെക്കോർഡിക്കലാക്കാനും പറ്റണം. കാരണം ഇത് റെക്കോർഡിക്കലാക്കിയെങ്കിൽ മാത്രമേ അടുത്ത സ്റ്റെപ്പുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം സെക്കൻഡ് സ്റ്റെപ്പ് നമ്മളുടെ ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ആണ്. ആരെയൊക്കെയാണോ ഈ പ്രശ്നം അഫക്ട് ചെയ്യുന്നത് അവരുടെ അടുത്തു നിന്നൊക്കെ നമ്മൾ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്തുകൊണ്ടേയിരിക്കണം. ആ ഗ്യാദർ ചെയ്യുന്ന ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് റെക്കോർഡിക്കലാക്കാനും പറ്റണം.